ഇരിങ്ങാലക്കുട സംഗമേശന് തൃപ്പൂത്തിരി സദ്യ ഒരുക്കുവാനുള്ള വിഭവങ്ങളുമായി പോട്ട പാമ്പംപോട്ട് പ്രവൃത്തി കച്ചേരിയിൽ നിന്നും തണ്ടിക പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രത്തിലെ ആചാരമാണ് ഇന്ന് പ്രവൃത്തി കച്ചേരിയിൽ നിന്നുള്ള തണ്ടിക പുറപ്പാട്. പോട്ട പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ വിളവെടുത്തതെല്ലാം കൂടൽമാണിക്യ സ്വാമിക്ക് ഒരുക്കുന്ന തൃപ്പൂത്തിരി സദ്യയിലെത്തിക്കും. സംഗമേശ്വര ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരിൽ നിന്നും പാട്ടം പിരിച്ചെടുക്കുന്നതിന് തച്ചുട കൈമളിന് നിർമ്മിച്ചു നൽകിയതാണ് പോട്ട പ്രവൃത്തി കച്ചേരി എന്നാണ് ചരിത്രം. ഇവിടെ കൃഷി ചെയ്തു വിളയിക്കുന്ന എന്തുമാകട്ടെ അവയിൽ നിന്നും പാട്ടക്കരാർ അനുസരിച്ച് പ്രവൃത്തി കച്ചേരിയിൽ സമർപ്പിക്കണം. പ്രവൃത്തി കച്ചേരിയിൽ നിന്നും അതെല്ലാം തണ്ടികയും തലച്ചുമടായും 18 കിലോമീറ്റർ കാൽനടയായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര സന്നിധിയിലെത്തിക്കും. സംഗമേശന് ഉദരസംബന്ധമായ അസുഖം വന്ന സമയത്ത് കൂട്ടഞ്ചേരി മൂസൊരുക്കിയ മുക്കിടി ഔഷധം ഇവിടെ നിന്നും എത്തിച്ച കൂട്ടുകൊണ്ടാണെന്നും ചരിത്രമുണ്ട്. ഇളം മുളം തണ്ട് അറുത്തെടുത്ത് അതിൽ 8.5 കുല നേന്ത്രപ്പഴവും 2 തണ്ട് കദളിപ്പഴവും പനയോലയിൽ തീർത്ത ചെറുപൊതികളിൽ മാങ്ങ, ഇടിയൻ ചക്ക, പച്ചക്കുരുമുളക്, ഇഞ്ചി എന്നിവയും കൈതോല കൊണ്ടൊരുക്കിയ വട്ടികയിൽ ഉണക്കലരിയും കൂടാതെ കോടി വസ്ത്രവും ഒരുക്കിയാണ് തണ്ടിക പുറപ്പെടുന്നത്. ശംഖനാദമുയർത്തി ആർപ്പുവിളികളുമായി പുറപ്പെടുന്ന സംഘത്തിനെ നയിക്കുന്നത് മേപ്പാൾ മടപ്പാട്ട് അപ്പു നായരാണ്. പണിക്കശ്ശേരി കുടുംബാംഗം വാളും പരിചയമായി തണ്ടിക പുറപ്പാടിന് അകമ്പടി സേവിക്കും. തണ്ടിക പുറപ്പെടുന്നതിന് മുൻപായി പാമ്പംപോട്ട് അമ്പലത്തിന്റെ നേതൃത്വത്തിൽ ഇലയിട്ട് നാട്ടുകാർക്ക് സദ്യ ഒരുക്കുന്നത് വർഷങ്ങളായി തുടർന്നു വരുന്നു. രാജഭരണകാലത്ത് നൽകിയ സൈനിക ബഹുമതിയുടെ ഭാഗമായി ചാലക്കുടിയിലെയും ഇരിങ്ങാലക്കുടയിലെയും പോലീസ് തണ്ടിക പുറപ്പാടിനെ അനുഗമിക്കും. വൈകിട്ട് 5:30 ഇരിങ്ങാലക്കുട ആൽത്തറയിൽ തണ്ടിക പുറപ്പെടൽ എത്തിച്ചേരും. ഇവിടെ നിന്നും പഞ്ചവാദ്യം, പാണ്ടിമേളം, പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കും. തുലാമാസത്തിലെ തിരുവോണ നാളിലാണ് തൃപ്പൂത്തിരി സദ്യ നടക്കുന്നത്. സാധാരണ പൂജ നിവേദ്യത്തിൽ നിന്നും വ്യത്യസ്തമായി മന്ത്രം ജപിച്ചാണ് പുത്തിരി നിവേദ്യം നടത്തുന്നത്. തുടർന്ന് ക്ഷേത്രം ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി തൃപ്പൂത്തിരി സദ്യ വിളമ്പും. മറ്റന്നാൾ പുലർച്ചെ മുതൽ ഭക്തജനങ്ങൾക്കായി മുക്കിടി നിവേദ്യം വിതരണം ചെയ്യും. ഒരു ചടങ്ങാണ് തണ്ടിക പുറപ്പാട് എന്ന് പറയുന്നത്. ശ്രീ കുടമാണിക്യ സ്വാമിയുടെ ഭൂമിയാണ് ഈ കൊരട്ടി മുതൽ അങ്ങ് പുതുക്കാട് വരെയുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത്. അന്ന് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഈ ഭൂമിയിൽ കാർഷിക വൃത്തി നടത്തി ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ഈ പാട്ടപ്രവൃത്തി കച്ചേരിയിലാണ് പാട്ടം അളന്നുകൊണ്ട് ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിഹിതം, ആ ദേവസ്വത്തിനുള്ള ആ വിഹിതം കൊണ്ടുപോയിരുന്നത് തച്ചുട കൈമളായിരുന്നു അതിൻ്റെ ചാർജുള്ള ആള് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പിന്നെ എല്ലാ വർഷവും ഇതെല്ലാം തലച്ചുമടായിട്ടാണ് ദേവസ്വത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. ദേവസ്വത്തിലെ പത്തായപുരയിലേക്ക് ഇത് തലച്ചുമടായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഇവിടെ നിന്നും കായക്കൊലയും വഴുതനങ്ങയും അതുപോലെ തന്നെ ഇടിയൻ ചക്കയും കുരുമുളകും മാങ്ങയും എന്നുവേണ്ട കാർഷിക വൃത്തി നടത്തി വരുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് തണ്ടികയായി ചുമന്നു കൊണ്ടുപോകുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭഗവാന്റെ പിറന്നാളായിട്ട് നിറപ്പത്തിരി സദ്യ നടത്തുന്നു എന്നാണ് ഐതിഹ്യം. ആ സദ്യ കഴിച്ച് ഭഗവാന് ദഹനക്കേടുണ്ടായി പിന്നെ മൂസിന്റെ സഹായം തേടി പിന്നെ മുക്കിടി നിവേദ്യം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി അവിടെ നടക്കുകയാണ്. അതാണ് ഈ തണ്ടിക പുറപ്പാടിന്റെ ചടങ്ങ് എന്ന് പറയുന്നത്. 2024 ശ്രീ കുടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തണ്ടിക വരവ് തൃപ്പൂത്തിരി മുക്കുടി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വളരെ വർഷങ്ങളായിട്ട് വിപുലമായ രീതിയിൽ നടന്നു വരുന്നതാണ്. അത് ഈ വർഷവും വിപുലമായി നടത്തുന്നതിന് വേണ്ടി കോട്ട പ്രവൃത്തി കച്ചേരിയിലാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നൂറുകണക്കിന് ആളുകൾ വരികയും സമൃദ്ധമായ ഭക്ഷണവും ആഹാരവും കഴിച്ച് അതിനുശേഷം ഇവിടുന്ന് 12:30 തണ്ടിക വരവ് പുറപ്പെടും. അത് 2-3 സ്ഥലങ്ങളിൽ അതിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വൈകിട്ട് 5:30 ഡാണാവിൽ എത്തിച്ചേരും. ഡാണാവിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും പഞ്ചവാദ്യം, അതിനുശേഷം പഞ്ചാരിമേളം, പാണ്ടിമേളം അകമ്പടിയോടുകൂടി വൈകിട്ട് 6:30 ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. അത് കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലുള്ള വളരെ അതിപുരാതനമായിട്ടുള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ശ്രീ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പലവ്യഞ്ജനങ്ങൾ, അരികൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ അടക്കം കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നാളെ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ വിപുലമായ രീതിയിൽ തൃപ്പൂത്തിരി സദ്യ ഒരുക്കി 10,000-കണക്കിന് ആളുകളാണ് ആ സദ്യയിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ 7:30 2500 ലിറ്ററോളം വരുന്ന തൈരിൽ പല വിധത്തിലുള്ള ആയുർവേദ മരുന്നുകൾ
അരച്ചു ചേർത്ത് അത് നിവേദിച്ച് രാവിലെ 7 മണിക്ക് മുക്കുടി നിവേദ്യം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. അത് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ചടങ്ങ് വിപുലമായ രീതിയിൽ കുടൽമാണിക്യ ക്ഷേത്രം മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കുടൽമാണിക്യ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള തണ്ടിക പുറപ്പാട് ചാലക്കുടിയുടെ അവകാശമാണ്. എല്ലാ വർഷവും ചാലക്കുടിയിൽ നിന്ന് തണ്ടിക പുറപ്പാട് നടക്കാറുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ഭഗവാന്റെ ഒരു ദേശമാണ് ഈ പ്രദേശമൊക്കെ. ഇപ്പോൾ ഒന്നിടവിട്ട വർഷങ്ങളിൽ ആറാട്ടും അതോടൊപ്പം തന്നെ എല്ലാ വർഷവും തണ്ടിക പുറപ്പാട് ഇവിടുന്ന് ഉണ്ടാവാറ്. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം, പ്രത്യേകിച്ച് ഭഗവാനെ നിവേദിക്കാനായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ ദേശത്തിൻ്റെ ഒരു ഐശ്വര്യവും അതുപോലെ സമൃദ്ധിയും ഒക്കെയാണ്. തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു.